ശ്രീ ആന്റണി ജോൺ. സാർ, എൻ്റെ മണ്ഡലത്തിൽ വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സാർ, നേരത്തെ ഈ വിഷയം നിരവധി പ്രാവശ്യം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതുമാണ്. പക്ഷേ എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പ്രദേശങ്ങളിലേക്ക്, ഇതുവരെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമില്ലാതിരുന്ന കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി വരികയാണ്. ഇപ്പോൾ ഞാൻ ഈ സഭയിൽ സംസാരിക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ ഇന്നലെ വൈകുന്നേരവും ഈ കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയുമായി നിരവധി പ്രദേശങ്ങളിലാണ് വന്യജീവികളുടെ ആക്രമണവും അതോടൊപ്പം തന്നെ കൃഷിനാശം അടക്കമുള്ള അത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. എൻ്റെ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ, കോട്ടപ്പടിയും പിണ്ടിമനയും കീരമ്പാറയും കുട്ടമ്പുഴയും കവളങ്ങാടും അടങ്ങുന്ന ഈ 5 പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. രാത്രി പകൽ വ്യത്യാസമില്ലാതെ വന്യജീവികളുടെ ആക്രമണം ഈ മേഖലകളിൽ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി, ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള പത്രങ്ങളിൽ, അത് ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും പത്രമാധ്യമങ്ങളിലാണെങ്കിലും ഒരു ദിവസം പോലും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇല്ലാതെ, കോതമംഗലത്തു നിന്നുള്ള അത്തരം വാർത്തകൾ ഉണ്ടാകാത്ത ദിവസമൊന്നുമില്ല. അത്രയേറെ രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ആളുകൾ, വൈകുന്നേരമായാൽ ഒരു ആശുപത്രി ആവശ്യമായാൽ പോലും ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ധൈര്യത്തോടു കൂടി പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. സാർ, ഇവിടെ നിരവധി ജീവനുകൾ, ഏതാണ്ട് 9 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാരിയത്തെ കാശി രാമൻ, ഉറിയമ്പട്ടിയിലെ പൊന്നൻ, അതുപോലെ തന്നെ പിണവൂർക്കുടിയിലെ സന്തോഷ്, പൂയംകുട്ടിയിലെ ജോണി, അതുപോലെ മാമലക്കണ്ടത്തെ നളിനി, ചക്കിമേടിലെ ജയൻ, കുഞ്ചിപ്പാറയിലെ ലിസി ടീച്ചർ, അതോടൊപ്പം തന്നെ എൻ്റെ മണ്ഡലത്തിലെ തൊട്ടടുത്ത പ്രദേശത്തുള്ള കാഞ്ഞിരവേലിയിലെ ഇന്ദിര എന്ന് പറയുന്ന വീട്ടമ്മ, ഏറ്റവും ഒടുവിൽ അവിടെ മാമലക്കണ്ടത്തെ വിജിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആനയുടെയും കാട്ടുപോത്തിൻ്റെയും മ്ലാവിൻ്റെയും എല്ലാം അക്രമത്തിൽ കൊല്ലപ്പെട്ടവരാണ്. സാർ, നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റി ഇന്നും കഴിയുന്നുണ്ട്. സാർ, അത് വനം വകുപ്പിൻ്റെ വാച്ചർമാരുൾപ്പെടെ ആ നിലയിൽ പരിക്കേറ്റ് കഴിയുന്ന ആളുകളാണ്. സാർ, അങ്ങനെ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കർഷകന്റെ കണ്ണീരും നിലവിളിയുമാണ് സാർ എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന ഈ നിമിഷം, ഇപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള ഒരു സാഹചര്യം പരിശോധിച്ചാൽ അവിടെ കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് പ്രദേശത്ത് വരെ ആനകളുടെ വിളയാട്ടമാണ്. പുന്നേക്കാട് എന്ന് പറയുന്നത് പുന്നേക്കാടിൽ നിന്നും അധിക ദൂരമില്ല ഇനി കോതമംഗലം പട്ടണത്തിലേക്ക്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ പുതിയ RRT രൂപീകരിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ഗുരുതരമായ സാഹചര്യമാണ് സാർ, അതുകൊണ്ടാണ് അവസാനിപ്പിക്കുക. അവിടെ പുതിയ RRT രൂപീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ കോതമംഗലത്ത് പുതിയ RRT രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. അതോടൊപ്പം തന്നെ ഇവിടെ സംസ്ഥാനത്ത് 38 ഫോറസ്റ്റ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകൾ ആരംഭിക്കുമ്പോഴും അതിലും കോതമംഗലത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം സന്തോഷമുള്ള കാര്യം തന്നെയാണ് സാർ. കൂടുതൽ വാച്ചർമാരുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് കൂടുതൽ ഫലപ്രദമായ അവിടെ റെയിൽ ഫെൻസിങ്, ട്രെഞ്ച്, ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള കൂടുതൽ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ നാശനഷ്ടം ഉണ്ടാകുന്ന കർഷകരെ സംബന്ധിച്ച് അവർക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടിയാണ് സാർ ഈ മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട കോതമംഗലം MLA ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം സബ്മിഷൻ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് RRTകൾ അനുവദിച്ചിട്ടുണ്ട്. ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് കാട്ടിലേക്ക് തുടങ്ങി ഇലക്ട്രിക് അലാറം സിസ്റ്റം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. നാളിതുവരെ കേരളത്തിൽ നടപ്പിലാക്കാത്ത വിധത്തിലുള്ളൊരു പുതിയ പദ്ധതി കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് RKVY പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ച് 12 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും കുട്ടമ്പുഴ, കവളങ്ങാട് പഞ്ചായത്തുകളിലായി മുത്തനാമുടി, ആനന്ദമുടി, വെളിയത്തുപറമ്പ് ഭാഗങ്ങളിൽ 8 കിലോമീറ്റർ ആനക്കിടങ്ങും 9.25 കിലോമീറ്റർ സോളാർ തൂക്കിൽ നിർമ്മിക്കുന്നതിനും ഇതിനകം തന്നെ ടെൻഡർ വിളിച്ച് അനുവാദം നൽകിയിട്ടുണ്ട്.
സർ, അതുപോലെ തന്നെ മലയാറ്റൂർ ഡിവിഷന് കീഴിൽ 28 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് 11 കിലോമീറ്റർ തൂക്കുവേലി നിർമ്മിച്ചു കഴിഞ്ഞു. ഞാനിത് എല്ലാ കാര്യങ്ങളും കൂടെ പറയാൻ സമയമെടുക്കുന്നില്ല. ഇത് ഞാൻ മേശപ്പുറത്ത് വെക്കുകയാണ്. യെസ്.